ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മുടെ 10-10 എന്ന സീരീസിന്റെ 41ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻസ്: മലനാട്, ഇടനാട്, തീരപ്രദേശം, കായലോരം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, മലനാട്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ്? ഓപ്ഷൻസ്: പെരിയ ചുരം, താമരശ്ശേരി ചുരം, പേരമ്പാടി ചുരം, ആര്യങ്കാവ് ചുരം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, പേരമ്പാടി ചുരം. മൂന്നാമത്തെ ചോദ്യം: കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻസ്: ഇടുക്കി, കുത്തുങ്കൽ, ചെങ്കുളം, പള്ളിവാസൽ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ചെങ്കുളം. ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻസ്: കെ മാധവൻ നായർ, എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, ഉറൂബ്, കുമാരനാശാൻ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അഞ്ചാമത്തെ ചോദ്യം: മന്നത്തു പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, കെ കേളപ്പൻ, സർദാർ കെ എം പണിക്കർ, ഗാന്ധിജി. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, സർദാർ കെ എം പണിക്കർ. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ സ്ഥലം ഏത്? ഓപ്ഷൻസ്: തിരുവണ്ണാമല, മരുത്വാമല, വടിവീശ്വരം, അദ്വൈതാശ്രമം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, തിരുവണ്ണാമല. കൊതുകിന്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? ഓപ്ഷൻസ്: 5 ദിവസം, 4 ദിവസം, 7 ദിവസം, 8 ദിവസം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, 8 ദിവസം കൊണ്ടാണ്. ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻസ്: സി കെ ജാനു, കെ എ റഹ്മാൻ, കല്ലേൽ പൊക്കുടൻ, സുരേഷ് കീഴാറ്റൂർ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കെ എ റഹ്മാൻ. ലോഹത്തിന്റെ ഗുണങ്ങളുള്ള പ്ലാസ്റ്റിക് ഏത്? ഓപ്ഷൻസ്: നോറിൽ, ബേക്കലൈറ്റ്, പോളിസ്റ്റർ, നൈലോൺ. ശരിയുത്തരം ഓപ്ഷൻ എ, നോറിൽ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം എന്ത്? ഓപ്ഷൻസ്: ചാലനം, സംവഹനം, സംചലനം, വികിരണം. ശരിയുത്തരം ഓപ്ഷൻ ബി, സംവഹനം ആണ്. എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക. 10-10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക്